നമസ്കാരം ഗൈസ്. ആദില നോറ ഈ ഒരു വീക്കിൽ ആദിലയുടെ ഭയങ്കര ബാഡ് പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അഹങ്കാരിയായൊരു മോള് എന്നുള്ള രീതിയിലുള്ള ടാസ്ക് ആണ് ഇവിടെ കൊടുത്തത്. അത് ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം കാണിച്ച പെർഫോമൻസ് ക്യാരക്ടർ കൂടിപ്പോയോ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതായിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം ഒന്ന്. ഏറ്റവും കൂടുതൽ ഗെയിം ചേഞ്ചറായ റിയാസ് പോയിട്ട് ആദിലയുടെയും നൂറയുടെയും തലയുടെ മേലെ ഒരു വലിയ വാള് തൂക്കിയിട്ടാണ് ആള് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്രാവശ്യത്തെ ഗെയിം ചേഞ്ചിങ് രണ്ടാൾക്കാരുടെ കളി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഗെയിം ചേഞ്ചിങ് ആണ് ആളവിടെ കാഴ്ചവെച്ചത്. ഭയങ്കര ബോറാണ് ഇത്തവണത്തെ റിയാസിന്റെ പെർഫോമൻസ്. സോ റിയാസിന്റെ കാര്യം കേട്ട് അങ്ങോട്ട് തിരിയാ, നിവിന്റെ കാര്യം കേട്ട് ഇങ്ങോട്ട് തിരിയാ, ഷാനവാസിന്റെ കാര്യം കേട്ട് അങ്ങോട്ട് തിരിയാ, എങ്ങോട്ട് വേണമെങ്കിലും ആടി ഒലഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ അവിടെ വേറെ കഥയായിരിക്കും പറയുന്നത്. അപ്പൊ ആൾക്കത് ഏറെക്കുറെ മനസ്സിലായി, നല്ല രീതിയിലുള്ള ബാക്ക് സ്റ്റാബ് അല്ലെങ്കിൽ ഇത് വോട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അത് മാത്രമല്ല അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ഇന്നലെ 6 മണി വരെ അവർ ഉറങ്ങിയിട്ടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് കയറിയ അവരെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. സോ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ പലർക്കും ആഗ്രഹം ഉണ്ടാവും അതിലെ ഇല്ലാതെ നോറ എങ്ങനെ ഗെയിം കളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ബിഗ് ബോസും അതെ, ഇറ്റ്സ് എ ഗെയിം. സോ അതിലെ പുറത്താക്കേണ്ട ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു വോട്ട് അകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ഉറപ്പായിട്ടും ചെയ്യും. അത് ഈവൻ അവരും എക്സ്പെക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ പോകുമ്പോൾ എന്തായിരിക്കും ഇതൊരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവം പോകാൻ പോകുന്നത് എന്നുള്ളത് ചില പ്രേക്ഷകർക്കും അതേപോലെ ബിഗ് ബോസിനും ചിലപ്പോൾ ഒരു തോട്ട് ഉണ്ടാവും. ഓക്കെ, എന്റെ പെർസെപ്ഷനിൽ ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ അതിലെ പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോറ മെന്റലി ഭയങ്കര ഡൗൺ ആവുകയും ചിലപ്പോൾ ഒരു ഗെയിമും കൊടുക്കാത്ത രീതിയിൽ ആൾ ഭയങ്കര സ്റ്റക്ക് ആവും. പക്ഷെ അതിൽ ഓൾറെഡി ഉപദേശങ്ങളൊക്കെ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കളിക്കണം, പുറത്തുനിന്ന് ഞാൻ കാണുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഈ വീക്ക് പോവോ? അങ്ങനെ പോയാൽ തന്നെ നോറയെ അത് എങ്ങനെ എഫക്ട് ചെയ്യുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ലൈക്ക് എന്തായാലും വലിയൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തോന്നൽ മാത്രമാണ്, കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ബി ഹൗസിലുള്ളത്. മാതിലയുടെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ പുറത്തേക്കോ?